പോയി എന്തിനു വേണ്ടി? Jesus went there what for? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, coming to John's Gospel chapter 16 verse number 7, അവിടെ യേശു പറയുന്ന ഒരു വാക്കുണ്ട്. there's a statement noted by Jesus there. വായിച്ചാട്ട് 7-ാം വാക്യം. Verse 7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. If you do not go, the comforter shall not come unto you. ഈ കാര്യസ്ഥനെ ആശ്വാസപ്രദനായി പറഞ്ഞിരിക്കുന്നു. This advocate is called the comforter. യേശു പോയത് ഈ കാര്യസ്ഥനെ അയക്കുവാൻ വേണ്ടിയാണ്. Jesus went in order to send the comforter. യേശു പോയത് ഈ ആശ്വാസപ്രദനെ അയക്കുവാൻ വേണ്ടിയാണ്. Jesus went in order to supply this paracleton. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലേ, beloved child of God who is in the presence of God tonight, യേശു പോയത് നിമിത്തമായി നമുക്ക് ആ കാര്യസ്ഥനെ ലഭിച്ചിരിക്കുന്നു. as Jesus had gone there, we are able to attain this comforter. യേശു പോയത് നിമിത്തമായി നമുക്ക് ആ ആശ്വാസപ്രദനെ ലഭിച്ചിരിക്കുന്നു. As Jesus gone there, we are able to have this paracleting. ഈ ആശ്വാസപ്രദനത്രേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. It is his comforter, is the Holy Spirit of God. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഉയർത്തെഴുന്നേറ്റ് യേശു തന്റെ സ്ലീഹന്മാരോട് ഇപ്രകാരം പറഞ്ഞു. The resurrected Jesus Christ told his disciples, നിങ്ങൾ യെരുശലേം വിട്ടുപോകരുത്. you must not keep off Jerusalem. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പീൻ. You have to tarry for the promise you had unto me and its fulfillment. അവർ മുഴങ്കാൽമേലിരുന്ന് ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിപ്പാനും ആരംഭിച്ചു. They knelt upon, started praying and crying in the presence of God. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ 50ാമത്തെ ദിനത്തിൽ ആ പരിശുദ്ധാത്മാവ് ഇതാ അവരുടെ മേൽ ഇറങ്ങി. On the 50th day of the resurrection Lord Jesus Christ, this Holy Spirit came upon them. സ്വർഗ്ഗാരോഹണം ചെയ്തതിന്റെ 10ാമത്തെ ദിനത്തിൽ ആ പരിശുദ്ധ റൂഹ ഈ ഭൂമിയിലേക്ക് വന്നു. On the 10th day of the ascension to heaven, this Holy Ghost came upon this earth. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം ആ സംഭവം വായിക്കുന്നു. In Acts Apostles chapter 2, we read about that history. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. During the last days, I'll shower my spirit upon all flesh. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your sons and daughters shall prophesy. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. Elders shall have vision. അതെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ആശ്വാസപ്രദനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. Today, by the Holy Spirit of God, the comforter has come into our heart. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ആ കാര്യസ്ഥനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. We got that comforter in our life. വിശ്വസിക്കുന്നവർ തങ്ങളുടെ കരങ്ങളെ വീണ്ടും ഉയർത്തട്ടെ. Those who believe, please lift your hands again. അതെ, വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും The promise is for you and your children. ദൂരസ്ഥരായി കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കുമുള്ളതാണ്. Those are afar off who have been called by Lord and Savior Jesus Christ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. നമുക്ക് നമ്മുടെ യേശു പോയത് നിമിത്തമായി ഈ കാര്യസ്ഥനെ ലഭിച്ചിരിക്കുന്നു. As Jesus gone for us, we received this comforter. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ You might have seen in the temple as the worship was underway. പ്രവാചകനായ യെശയ്യാവ് തന്റെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. Prophet Isaiah in his book chapter 66 records, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. I'll comfort you as a mother comforts. നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. You'll be comforted in Jerusalem. അവിടെ മുഴങ്കാൽമേൽ ഇരുത്തി ലാളിക്കും. We understand she'll dandling upon her knees. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. നാം ആലയത്തിൽ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ When we come to the temple of God for worshiping, ഈ ആശ്വാസപ്രദൻ, this comforter, ഈ പരിശുദ്ധാത്മാവ്, this Holy Spirit, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്നു. as some other comforts, so does he comfort us. നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മെ വിട്ട് പറന്നു പോകുന്നു. All our sorrows keep off us. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇത് അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ മാത്രം നിങ്ങളുടെ കരങ്ങളെ ഉയർത്തട്ടെ. The believers who experience the same, please lift up your hands. എന്തിനാണ് കരങ്ങൾ ഉയർത്തുന്നതെന്ന് ചോദിച്ചാൽ, What for are you lifting the hands? ഈ അനുഭവം മറ്റുള്ളവർ പ്രാപിക്കേണ്ടതിന്, In order that others may experience the same thing. അതേ, നിങ്ങൾ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. To bear witnesses, you lift up your hands. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child
child of God, incline to the word of God tonight. ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് വെളിയിൽ കടന്നു വരുവാൻ, You don't have to come out of the sorrows of your life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് സാധ്യമല്ല. We cannot effect that without the power of the Holy Spirit of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കുന്നവനാണ്. God is our deliverer. അവൻ നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. He is our healer. അവൻ നമുക്ക് ജയം തരുന്നവനാണ്. He is commanding victory. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. കലങ്ങാൻ കാരണം ഇല്ലാത്തതിന്റെ കാരണം അതേ നമ്മുടെ യേശു പോയിരിക്കുന്നു. Our Jesus gone way home. Let us not get troubled. അവൻ ക്രൂശിലേക്ക് പോയിരിക്കുന്നു. He went unto the cross. അവൻ നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു. He went to prepare a place for us. അവൻ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ പോയിരിക്കുന്നു. He has gone to give us the Holy Ghost. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to the name of God.